പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിൽ യേശയ്യാ കാണുന്നത് കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. യേശയ്യാ പറയുന്നു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. സെറാഫുകളിൽ ഒന്ന് തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. എൻ്റെ അധരങ്ങളെ സ്പർശിച്ച് പറഞ്ഞു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു, ആരെയാണ് ഞാൻ അയക്കുക? ആരെനിക്ക് വേണ്ടി പോകുക? ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ദൈവം നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തിനു വേണ്ടി സുവിശേഷം അനേകരിൽ അയക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം തയ്യാറാണോ? ആരെനിക്ക് വേണ്ടി പോകുമെന്ന് നമ്മെ നോക്കി ദൈവം ചോദിക്കുന്നുണ്ട്. ഇതാ ഞാൻ, എന്നെ അയച്ചാലുമെന്ന് ഇന്ന് എത്ര പേർക്ക് സന്മനസ്സോടെ പറയുവാൻ സാധിക്കും? അങ്ങനെ ആയാൽ ദൈവം നമ്മിൽ സന്തോഷിക്കും. നമുക്ക് അനേകം ആത്മാക്കളെ സ്വർഗത്തിനു വേണ്ടി ഒരുക്കിയെടുക്കുവാൻ ദൈവത്തിൻ്റെ സഹായത്താൽ സാധിക്കും. ഇന്നത്തെ രണ്ടാം വായനയിൽ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അനേകർക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇത് നാം പ്രസംഗിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ എത്രമാത്രം ഇടപെടൽ ഉണ്ടാവുന്നുണ്ട്. അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിലും ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വചനം പ്രഘോഷിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് യേശു പത്രോസിൻ്റെ വള്ളത്തിൽ ഇരുന്ന് ജനങ്ങളെ പഠിപ്പിച്ചു. യേശു ശിമിയോൻ പത്രോസിനോട് പറയുന്നു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിടുക. ശിമിയോൻ പറയുന്നുണ്ട്, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് വലയിറക്കാം. അനേകം മത്സ്യം അവർക്ക് ലഭിക്കുന്നു. അവർ മറ്റു വള്ളങ്ങളിലിരുന്നവരുടെ സഹായം കൂടി ആവശ്യപ്പെടുന്നു. അവർ മറ്റു 2 വള്ളങ്ങളും മുങ്ങുവോളം മത്സ്യം നിറച്ചു. ഈ അത്ഭുതം കണ്ട് ശിമിയോൻ യേശുവിൻ്റെ കാൽക്കൽ വീണ് പറയുന്നു, കർത്താവേ, എന്നിൽ നിന്നും അകന്നു പോകണമേ, ഞാൻ പാപിയാണ്. യേശു അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. ശിമയോനും കൂടി ഉണ്ടായിരുന്ന യാക്കോബും യോഹന്നാനും യേശുവിനെ അനുഗമിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നാം പ്രതിസന്ധികൾ നേരിടുമ്പോൾ, നമ്മുടെ അധ്വാനം വ്യർത്ഥമെന്ന് കരുതുമ്പോഴും നിരാശയിൽ മുങ്ങുമ്പോഴും എല്ലാ വഴികളും അടയ്ക്കപ്പെടുമ്പോഴും നമ്മുടെ ആവശ്യ സമയത്ത് ദൈവം കടന്നു വന്നുകൊണ്ട്
നമ്മെ സഹായിക്കുവാൻ ഓടിയെത്തുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നു. അനേകരുടെ വിശ്വാസവും വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കുമ്പോൾ നാം നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ച് ഓർക്കുന്നു, മനസ്തപിക്കുന്നു. നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നിൽ നിന്നും അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന്. നമുക്ക് ദൈവത്തെ ആത്മാർത്ഥമായി അനുകരിക്കാം, സ്നേഹിക്കാം, സേവിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.